എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലെക്സി പവർ ബാങ്ക് ഇത് നിങ്ങൾക്ക് നൽകും 72 മണിക്കൂർ ചാർജിംഗ് എക്സ്പീരിയൻസ്. CPI സംസ്ഥാന സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ. പൊതുചർച്ചയ്ക്കിടെ വാക്കേറ്റം. മാണിക്കെതിരെ സമരം ചെയ്യാൻ CPIM-ന് താൽപ്പര്യമില്ലെന്ന് പന്ന്യൻ. മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ CPIM ശ്രമിച്ചിട്ടില്ലെന്ന് കോടിയേരിയുടെ മറുപടി. നാളത്തെ CPIM സംസ്ഥാന സമിതി യോഗത്തിൽ VS പങ്കെടുക്കില്ല. കൊച്ചി മെട്രോ നിർമ്മാണം കടുത്ത പ്രതിസന്ധിയിൽ. നിർമ്മാണം നിർത്തുന്നുവെന്ന് കരാറുകാർ. അന്യസംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങി. 2 ദിവസത്തിനകം പരിഹാരമെന്ന് MD ഏലിയാസ് ജോർജ്. കരാറുകാരുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് എറണാകുളം കലക്ടർ. ആകാശത്ത് കണ്ട അഗ്നിഗോളം ഉൽക്കയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ജിയോളജിക്കൽ വകുപ്പ് വിശദമായി പഠിക്കും. കോഴിക്കോട് പാലാട്ട് സ്കൂളിന് സമീപം കൃഷിയിടം തീപിടിച്ച നിലയിൽ 1 സെന്റോളം കത്തിനശിച്ചു. ഉൽക്കാപതനമെന്ന് നാട്ടുകാർക്ക് സംശയം. രാഹുൽ ഗാന്ധി കരുത്തോടെ മടങ്ങിവരുമെന്ന് AK ആന്റണി. വിവാദമുണ്ടാക്കുന്നത് രാഹുലിനെ പേടിക്കുന്നവർ. രാഹുലിനെ ദുർബലപ്പെടുത്താൻ ആസൂത്രിത ശ്രമമെന്ന് രമേശ് ചെന്നിത്തല. പ്രിയങ്ക ഗാന്ധി AICC ജനറൽ സെക്രട്ടറിയാകുമെന്ന സൂചന. കശ്മീരിൽ BJP PDP സർക്കാർ അധികാരമേറ്റു. ലോകകപ്പിൽ പാകിസ്ഥാന് ആദ്യ ജയം. സിംബാബ്വെയെ 20 റൺസിന് തോൽപ്പിച്ചു. ഇംഗ്ലണ്ടിനെതിരെ ശ്രീലങ്കയ്ക്ക് 9 വിക്കറ്റ് ജയം. കുമാർ സംഗക്കാരയ്ക്കും തിരുമെന്നയ്ക്കും സെഞ്ചുറി. KM മാണിക്കെതിരെ സമരം നടത്താൻ CPIM മടിക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. ബാർക്കോഴ ആരോപണം ഉയർന്ന 20 ദിവസങ്ങൾക്ക് ശേഷമാണ് LDF യോഗം വിളിക്കാൻ തയ്യാറായതെന്ന് സംസ്ഥാന സമ്മേളന ചർച്ചയ്ക്ക് മറുപടിയായി പന്ന്യൻ പറഞ്ഞു. അതിനിടെ പ്രതിനിധികൾ തമ്മിലുള്ള വാക്തർക്കത്തെ തുടർന്ന് സമ്മേളനം അല്പസമയം നിർത്തിവെക്കേണ്ടിയും വന്നു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി ചർച്ചകൾക്ക് വികാരഭരിതമായാണ് സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ മറുപടി നൽകിയത്. ആഗ്രഹിച്ച സെക്രട്ടറിയായ ആളല്ല താനെന്ന് വ്യക്തമാക്കിയ പന്ന്യൻ അവിചാരിതമായാണ് താൻ സെക്രട്ടറി ആയതെന്ന് മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ത്യാഗധനന്മാരായ മുൻ സെക്രട്ടറിമാരെ പോലെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് താൻ അവകാശപ്പെടുന്നില്ല. സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച താൻ പാർട്ടി സെക്രട്ടറി ആകുമെന്ന് കരുതിയല്ല പാർട്ടി അംഗമായത്. കാലാവധി പൂർത്തിയാക്കിയത് കൊണ്ടാണ് സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നു എന്ന് താൻ വ്യക്തമാക്കിയത്. സംസ്ഥാന സമ്മേളനത്തിലൂടെ സെക്രട്ടറി ആയ ആളല്ല താനെങ്കിലും ഇക്കാര്യത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ച വിമർശനം ഉൾക്കൊള്ളുന്നുവെന്ന് പന്ന്യൻ വ്യക്തമാക്കി. എറണാകുളത്ത് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കിയത് സംബന്ധിച്ച് CPIM-ൽ തന്നെ വിമർശനം ഉയർന്നിട്ടും അവർ പരിശോധിച്ചില്ല. എന്നാൽ തിരുവനന്തപുരം സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ആക്ഷേപമുണ്ടായപ്പോൾ അന്വേഷണ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറായി. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇതിന് കഴിയുമോ എന്നും പന്ന്യൻ ചോദിച്ചു. KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ CPIM ശ്രമിച്ചുവെന്ന് പന്ന്യൻ ആരോപിച്ചു. ബാർക്കോഴ ആരോപണം ഉയർന്ന 20 ദിവസത്തിന് ശേഷം മാത്രമാണ് LDF വിളിക്കാൻ പോലും CPIM തയ്യാറായതെന്ന് മറുപടി പ്രസംഗത്തിൽ പന്ന്യൻ ആരോപിച്ചു. അതിനിടെ പ്രതിനിധികൾ തമ്മിലുള്ള വാക്കുതർക്കത്തെ തുടർന്ന് സമ്മേളനം അല്പനേരം നിർത്തിവെച്ചു. CPI അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബുവിനെതിരെ പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി മനോജ് ചരളയിൽ വിമർശനം അഴിച്ചുവിട്ടതാണ് വാക്കുതർക്കത്തിനിടയാക്കിയത്. മനോജിനെതിരെ കൊല്ലത്തു നിന്നുള്ള പ്രതിനിധികൾ എഴുന്നേറ്റു. ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സമ്മേളനം അല്പസമയം നിർത്തിവെച്ചു. എന്നാൽ സമ്മേളനം നിർത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. VR കാർത്തികിനൊപ്പം ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, കോട്ടയം. പന്ന്യൻ രവീന്ദ്രനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ CPIM ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പന്ന്യന്റെ പരാമർശം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. KM മാണിയെ മുഖ്യമന്ത്രിയാക്കേണ്ടെന്ന പ്രശ്നം CPIM ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടേയില്ല. KM മാണിയെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ KM മാണി LDF-ൻ്റെ നേതാവല്ലല്ലോ. UDF-ൻ്റെ ഒരു നേതാവിനെ എങ്ങനെയാണ് LDF മുഖ്യമന്ത്രിയാക്കുക? ശുദ്ധ അസംബന്ധമാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ. ചർച്ചയിൽ ശ്രീ NP ചേക്കുട്ടി, ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ശ്രീ രാമചന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ KNA ഖാദർ എന്നിവർ. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്ന് പൊതുചർച്ച അല്പസമയം നിർത്തിവെക്കേണ്ടി വരെ വന്നു. കൊല്ലം, പത്തനംതിട്ട ജില്ലാ പ്രതിനിധികൾ തമ്മിൽ ഉണ്ടായ വാക്കുകൊണ്ടുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇന്നലെ കൊല്ലം ജില്ലയിലെ ഡെലിഗേഷന്റെ ഉള്ളിൽ ചർച്ച നടന്നപ്പോഴും ഏറെക്കുറെ സമാനമായ സംഭവങ്ങൾ അരങ്ങേറി. എന്താണിപ്പോൾ CPI സമ്മേളനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെ, പാർട്ടി സമ്മേളനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ജനാധിപത്യപരമായ രീതിയിൽ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതിൽ അത്ഭുതകരമായിട്ട് യാതൊന്നും തന്നെ ഇല്ല. CPIയുടെ ഏതെങ്കിലും സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കറിയാം. ബ്രാഞ്ചിലാണെങ്കിലും ലോക്കലിലാണെങ്കിലും അത് ജില്ലാ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും പലപ്പോഴും വളരെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. മാത്രമല്ല എപ്പോഴും നിലവിലുള്ള സെക്രട്ടറിക്കെതിരായിട്ടും നിലവിലുള്ള സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ടും വലിയ വിമർശനങ്ങൾ ഉണ്ടാകും. NE ബലറാമിനെ പോലെ, PK വാസുദേവനെ പോലെ, വെളിയം ഭാർഗവനെ പോലുള്ള മഹാരഥന്മാർ ഈ പാർട്ടിയെ നയിക്കുന്ന സന്ദർഭത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ പാർട്ടി സെക്രട്ടറി പറയുന്ന എല്ലാം സത്യമാണ്, സെക്രട്ടറിക്ക് മീതെ വേറെ യാതൊരു സത്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല CPI. ഏറെക്കുറെ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. പാർട്ടി ഫോറത്തിൽ എത്ര വലിയ വിമർശനം നടത്താനും പാർട്ടിയിലെ പ്രതിനിധികൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. ആ അവകാശം അവർ ജനാധിപത്യപരമായ രീതിയിൽ വിനിയോഗിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ P രാമചന്ദ്രൻ നായർ,
കടന്ന ചില പദപ്രയോഗങ്ങൾ പന്ന്യൻ രവീന്ദ്രൻ വൈകാരികമായി അതിന് മറുപടി നൽകുന്ന അവസ്ഥ അതൊക്കെ CPIയുടെ സമ്മേളനത്തിൽ ഉണ്ടായി. കഴിഞ്ഞ തവണ കൊല്ലത്ത് നടന്ന അതേ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിൽ 2 വിഭാഗവും കാനം രാജേന്ദ്രനും കെ ഇസ്മായിലും 6 വീതം ജില്ലാ കമ്മിറ്റികൾ ഞങ്ങൾക്കൊപ്പമാണ് എന്ന ആത്മവിശ്വാസത്തിലാണ്. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടന്ന ചില പദപ്രയോഗങ്ങളും ഉണ്ടാകുന്നു. CPIയിൽ നാളെ എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നത് പോലെ സമവായത്തിലൂടെ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകുമോ? സാധാരണ ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിമാർക്കെതിരെ മുമ്പും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെ വളരെ വികാരഭരിതനായി മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സഖാവ് പന്ന്യൻ രവീന്ദ്രനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ ചാനലുകളിലും പത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ആക്ഷേപങ്ങൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. ആ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തീർച്ചയായിട്ടും അദ്ദേഹം തിരുത്തേണ്ടതായിരുന്നു. അദ്ദേഹം തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ വെളിയം ഭാർഗവൻ ഒരു നെയ്ത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചതാണ്. അപ്പോൾ അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി ഉയർന്നു വരുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ പന്ന്യൻ രവീന്ദ്രന് സംഭവിച്ചത് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി കഴിയുമ്പോൾ ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥാനത്തെത്തുമ്പോൾ ആ നിലവാരത്തിലേക്ക് ഉയരണം. അത് ഉയരാൻ പന്ന്യന് കഴിയും. മുമ്പ് പല സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു, AIUFന്റെ നേതാവായിരുന്നു, ദേശീയ നേതാവായിരുന്നു. എന്നാൽ പന്ന്യൻ രവീന്ദ്രൻ അങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറിയായി ആ നിലയിലേക്ക് ഉയർന്നുകൊണ്ട് പാർട്ടി സംഘടനാ തത്വങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം മാർക്സിസ്റ്റ് ലെനിസ്റ്റ് സംഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം ഏൽക്കുന്ന ആരോപണങ്ങൾക്കുള്ള പ്രധാന കാരണം. എന്താണ് മാർക്സിസ്റ്റ് ലെനിസ്റ്റ് സംഘടനാ തത്വത്തിന് ഏറ്റവും പ്രധാനം? ഭരണഘടന ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് തൻ്റെ താല്പര്യങ്ങൾക്കാൾ അതീതമായി ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും താല്പര്യങ്ങളോട് പ്രവർത്തിക്കണം. ഇന്നെന്താ CPI നടക്കുന്നത്? വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ്. ഒരു ഭാഗത്ത് കാനം രാജേന്ദ്രൻ തോന്നുന്ന പോലെ പ്രസ്ഥാനം നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് K ഇസ്മായിൽ പ്രസ്ഥാനം നടത്തുന്നു, മറുഭാഗത്ത് വേറൊരു നേതാവ് പ്രസ്ഥാനം നടത്തുന്നു. CPIനെ പറ്റി ഒരാൾ ആക്രമിച്ചാൽ അതിനേക്കാൾ ശക്തി കൂടി ഇപ്പുറത്ത് ആക്രമിക്കപ്പെടുന്നു. അതെല്ലാം എത്രയോ പ്രാവശ്യം സംസ്ഥാന എക്സിക്യൂട്ടീവ് വിമർശനപരമായി ഉയർന്നു വന്നു. പാർട്ടി സെക്രട്ടറി പറയേണ്ട കാര്യങ്ങളെല്ലാം പലരും പറയുന്നു. ആ സമയത്തെല്ലാം പന്ന്യൻ ഒരു പാർട്ടി സെക്രട്ടറി നിലയിൽ അതിൽ ഇടപെടുന്നതിന് പകരം അദ്ദേഹം വളരെ ലിബറലായി ഇവരെല്ലാം പറഞ്ഞോട്ടെ, എനിക്കതിന് ഇടപെടാൻ വയ്യ, എനിക്ക് ഇതിനോടൊന്നും ഗുസ്തി കൂടാൻ വയ്യ, ഞാനൊരു സൈഡിൽ ഒതുങ്ങി നിന്ന് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമായിരുന്നു ഇന്ന് ശക്തമായ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ. റൈറ്റ്, അതാണ് താങ്കൾ വളരെ വിശദമായി തന്നെ ആ കാര്യം പ്രതിപാദിച്ചു കഴിഞ്ഞു. ഞാൻ മടങ്ങി വരാം ശ്രീ രാമചന്ദ്രൻ നായർ താങ്കളിലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, CPIയിൽ ഏതെങ്കിലും ഒരാൾ മാത്രമല്ല, നേതൃത്വത്തിലുള്ള എല്ലാവരും വിമർശിക്കപ്പെടുന്നു, അതും അതിരൂക്ഷമായ പദപ്രയോഗങ്ങൾ കൊണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പോലെ അങ്ങനെ എല്ലാവരും വിമർശിക്കാനുള്ള ഒരു സ്പേസ് എങ്കിലും ആ പാർട്ടിയിലുണ്ട് എന്ന് നമുക്ക് പൊതുവെ വിലയിരുത്താമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതു സ്വഭാവമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ പൊതു സ്വഭാവം സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നേതാക്കൾക്ക് വലിയ അധീശാധികാരങ്ങളൊന്നുമില്ല കോൺഗ്രസിലെ പോലെ. അങ്ങനെ വരുന്നത് കൊണ്ട് ആർക്കും, ഏറ്റവും ചെറിയ ആൾക്ക് പോലും ഏറ്റവും വലിയ നേതാവിനെ വിമർശിക്കാവുന്നൊരവസ്ഥയുണ്ടാവും. ഒരുപക്ഷെ നമുക്കറിയുന്ന പോലാണെങ്കിൽ VS ഒഴിച്ച് ബാക്കി ആരും വിമർശനങ്ങളെ ഭയന്ന് ഇറങ്ങിപ്പോയ അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പം നാം ഇപ്പോൾ ഇതൊക്കെ പരിശോധിക്കുന്നത് ലോക നിലവാരത്തിൽ അഭിലാഷ് ഇടതുപക്ഷം ദുർബലമായിരിക്കുകയും വലതുപക്ഷം അധികാരത്തിലേക്ക് കയറുകയും ചെയ്യുന്ന ലോകമാണ് നാം ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇടതുപക്ഷം അങ്ങേയറ്റം നന്നേ ദുർബലമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ CPI മാതിരി ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി അവരുടെ സമ്മേളനം നടത്തുന്ന സമയത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, അതുമാതിരി തന്നെ ചർച്ച ചെയ്യേണ്ട മറ്റ് പ്രത്യയശാസ്ത്ര കാര്യങ്ങൾ, ഇതൊന്നും ഗൗരവതരമായി അതിൻ്റെ ചർച്ചയിൽ വരുന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമ ശ്രദ്ധ അതിൽ നിന്ന് പിടിച്ചു പറ്റുന്നത് CPM വിമർശനം മാത്രമാണ്. CPMനെ വിമർശിക്കാൻ CPI ഒരു കോൺഫറൻസോ ഒരു സംസ്ഥാന സമ്മേളനമോ വെക്കേണ്ട. ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോഴും ആ സമ്മേളനത്തിൽ ഇരിക്കുന്നയാളാണെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ആ ചർച്ചയിൽ ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പോലും ഞാൻ സമ്മേളനത്തിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വൈഷമ്യമുണ്ട്. കാരണം താനൊരു CPI കാരനാണോ എന്ന് ഉള്ള അപമതി ഉണ്ടാകുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ട്.
CPI-യുടെ ഒരു പൊതു അവസ്ഥ ഇതാണ്. റൈറ്റ്, കാരണം ദയവായി CPM-നെ തുടരുക വിമർശിച്ചുകൊണ്ട് ശ്രീ ഭാസ്കരേന്ദ്ര ഈ ബാബു. പത്രലോകത്തിന്റെ അങ്ങനെ ഒന്നുണ്ടോ ശ്രീ ഒരു അഡ്വക്കേറ്റ് ജയശങ്കർ? അല്ല, എനിക്ക് ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു അപമാനവും ഇല്ല. ഭാസുരേന്ദ്ര ബാബുവിനെ പോലെ ഞാൻ കൂലിക്കതെല്ലാം നടക്കുന്ന ആളല്ല. അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം, ഈ CPM-കാരെ ആലപ്പുഴയിൽ സമ്മേളനം നടത്തിയത് ഒരേ ഒരു നേതാവിനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ്. CPI-യിൽ അങ്ങനെയല്ല. CPM-ന്റെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരാൾ പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും ആരോപണം ഇന്നുവരെ ഉന്നയിച്ചിട്ടുണ്ട്? ഉന്നയിക്കാൻ പറ്റില്ല. ഉന്നയിച്ചാൽ പിറ്റേ ദിവസം അവൻ പാർട്ടിക്കകത്തല്ല, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. പിന്നെ 51 വെട്ടാണോ 52 വെട്ടാണോ എന്നുള്ള ചോദ്യം വായിക്കേണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? CPI-യിൽ അങ്ങനെയല്ല. എന്നെ ബലറാമിനെ വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വെളിയം ഭാർഗവനെ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. കഴിഞ്ഞ മുമ്പത്തെ തൃശ്ശൂർ സംസ്ഥാന സമ്മേളനത്തിൽ സഖാവ് N. വേലപ്പനും കൊല്ലം ജില്ല എന്നുള്ളൊരു സഖാവായിരുന്നു. അദ്ദേഹമാണ് കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. ഇവിടെ വ്യക്തികളെ കുറിച്ച് മാത്രമല്ല, ആഗോള സാമ്പത്തിക രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചും വലിയ ചർച്ചകൾ നടക്കും. ഒരിക്കൽ ഞങ്ങൾ ആലുവ മണ്ഡലം സമ്മേളനത്തിൽ നടന്ന ഏറ്റവും വലിയ ചർച്ച ചൈന സോഷ്യലിസ്റ്റ് രാജ്യമാണോ അല്ലയോ എന്ന വിഷയത്തെ കുറിച്ച് വലിയ തർക്കമുണ്ടായി. ഈ സംഘടനാ റിപ്പോർട്ട്, ഈ രാഷ്ട്രീയ റിപ്പോർട്ടിനെ ചൊല്ലി. അങ്ങനെയൊക്കെ ചർച്ചകൾ ഉണ്ടാവാറുണ്ടല്ലോ. ഭാസുരേന്ദ്ര ബാബു വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് നടക്കുന്നത്. പല തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്, പല വിഷയങ്ങളെ കുറിച്ച് ഉണ്ടാകാറുണ്ട്. നന്ദിഗ്രാമിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തൃശ്ശൂർ സമ്മേളനത്തിൽ വലിയ ചർച്ചയുണ്ടായി. നന്ദിഗ്രാമിലെ വെടിവെപ്പിനെ എന്തുകൊണ്ട് CPI-യുടെ ഈ രാഷ്ട്രീയ റിപ്പോർട്ടിൽ അപലപിച്ചിട്ടില്ല? ശരി, തുടരുക അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ NP ചേക്കുട്ടി, CPI-യിൽ വലിയ തർക്കങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തർക്കം ആശയപരമാണോ അതോ അധികാരം ആർക്ക് എന്നുള്ളതിനെ കുറിച്ചാണോ? CPI-യിൽ അധികാരത്തിന്റെ പ്രശ്നമല്ല. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് അത് അധികാരത്തിലുള്ളപ്പോഴാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, പാർട്ടിയുടെ 3 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ വളരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇത്തവണ പന്നിനെതിരായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശരിയാണ്. കാരണം അതിനാധാരമായിട്ടുള്ള കുറെ സംഭവ വികാസങ്ങൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടായി. സീറ്റിന്റെ കാര്യത്തിൽ, അത് കൊടുത്ത കാര്യത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന ആരോപണങ്ങളുണ്ടായി. പാർട്ടിക്കകത്ത് തന്നെ അതിനെ തുടർന്ന് പല ആളുകളും വിട്ടുപോയ സാഹചര്യമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സംഘടനാപരമായിട്ട് വളരെയേറെ വലിയ കടുത്ത പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, തിരിച്ചടികൾ ഒക്കെ നേരിട്ട കാലമാണ് കഴിഞ്ഞ 3 വർഷക്കാലം. പന്ന്യൻ രവീന്ദ്രനെ പോലുള്ള ഒരാള് അത്ര പാർട്ടിയുടെ മേൽ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം പുലർത്താൻ കഴിവുള്ള ഒരാളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ ചന്ദ്രപ്പനെ പോലെയോ വെളിയത്തെ പോലെയുള്ള ഒരു ശക്തനായിട്ടുള്ള ആജ്ഞാശക്തിയുള്ള ഒരു നേതാവല്ല പന്ന്യൻ രവീന്ദ്രൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമ്മേളനത്തിൽ ഉണ്ടാവുന്ന ചർച്ചയ്ക്ക് ആധാരമാണ്. പന്ന്യനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയുള്ളതായിട്ട് കാണാൻ കഴിയില്ല. രാഷ്ട്രീയമായിട്ട് നടക്കുന്ന ചർച്ചകളെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളും ഉണ്ടാവും, എല്ലാ തരത്തിലുള്ള. അതിനപ്പുറം ഒരു അധികാരക്കൊതിയുടെ പ്രശ്നമൊന്നും ഇതിൽ നമുക്ക് ഇപ്പോഴൊന്നും കാണാൻ കഴിയില്ല. റൈറ്റ്. ശ്രീ രാമചന്ദ്രൻ നായർ, എങ്ങനെയെങ്കിലും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറിയാൽ മതി എന്ന ആഗ്രഹം പന്ന്യൻ രവീന്ദ്രന് ഉണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹം അത് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പാർട്ടി സഖാക്കളോട് വ്യക്തമാക്കുകയും ചെയ്തതാണ് നവയുഗത്തിലൂടെ. പക്ഷേ പന്ന്യൻ രവീന്ദ്രനെ പിന്തുടർന്ന് പുതിയൊരു സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത് എളുപ്പമാകുമോ? താങ്കളൊരു പാർട്ടി ഇൻസൈഡർ ആയിരുന്നല്ലോ. ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ ഇന്ന് ഈ മത്സരത്തിൻ്റെയും ഈ നടക്കുന്ന കോലാഹലത്തിൻ്റെയും ഒരു കാരണക്കാരൻ പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രൻ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് മാലോകരെ വിളിച്ച് താൻ പാർട്ടി സെക്രട്ടറിയായി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സെക്രട്ടറിമാർ ചെയ്യാത്ത കാര്യമാണ്. അതിൻ്റെ സന്ദേശം എന്താ? അതിൻ്റെ സന്ദേശം താനില്ല, അപ്പോൾ പിന്നെ ആരാ? 2 പേരുകളോട് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ആ 2 പേരിൽ ആളുകൾക്ക് മത്സരിക്കാൻ നിങ്ങൾ തയ്യാറായിക്കുമോ എന്നുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം സെക്രട്ടറി മാത്രമല്ല, ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അദ്ദേഹം മാറണമെങ്കിൽ അദ്ദേഹം ദേശീയ നേതൃത്വത്തോട് പറയണം. അദ്ദേഹം സമ്മേളനം കഴിഞ്ഞ് കൂടുന്ന സംസ്ഥാന കൗൺസിലിന് മുമ്പായി കൂടുന്ന നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ യോഗത്തിൽ പറയണം. അവിടെ പറയുന്നതിന് പകരം താനില്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇതിൽ മത്സരം ഉറപ്പാണല്ലോ. മത്സരിക്കാൻ വേണ്ടി ഇതിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് അദ്ദേഹം കൊടുത്തൊരു സന്ദേശമായിരുന്നു. ഒരിക്കലും പന്ന്യൻ രവീന്ദ്രൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ അഭിലാഷേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താ കുഴപ്പം? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ലെനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിൻ്റെ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുപ്പ് നടക്കാം, രഹസ്യ ബാലറ്റിൽ കൂടി നടത്താം, അത് ഒരു തടസ്സവുമില്ല. ഞാൻ പറയുന്നു, കഴിഞ്ഞ തവണ കാനവും ദിവാകരനുമായി സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലെനിസ്റ്റ് സംഘടനാ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്ന്
ഭൂരിപക്ഷമുള്ള ഒരാൾ സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് CPI നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, അതാണ് താങ്കൾ കാണുന്നത്. ദയവായി തുടരുക ശ്രീ രാമചന്ദ്രൻ നായർ. ശ്രീ കെ എൻ എ ഖാദർ MLA ടെലിഫോൺ. ശ്രീ കെ എൻ എ ഖാദർ, ഇടതുമുന്നണിയിൽ CPIM-ന്റെ ഏകാധിപത്യത്തെ തടഞ്ഞു നിർത്തി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്ന ആത്മവിശ്വാസമുള്ള പാർട്ടിയാണ് CPI. പക്ഷേ അവരുടെ സമ്മേളനം നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ആശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണോ? അതായത് ഇപ്പോ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം, സംസ്ഥാന സമ്മേളനം നമ്മളിപ്പോ കണ്ടു. ആ രണ്ട് സംസ്ഥാന സമ്മേളനത്തിലും സ്വാഭാവികമായിട്ടും സാർവദേശീയ ദേശീയ കാര്യങ്ങളുള്ള രാഷ്ട്രീയ റിപ്പോർട്ട്, കേരള സംസ്ഥാനത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്ന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട്, ഇതിനെയൊക്കെ അവതരിപ്പിച്ചു കാണും. ആ റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കാണും. പക്ഷേ നമ്മുടെ ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് അത്രേ താല്പര്യമുള്ളൂ. ഇപ്പൊ CPIM സമ്മേളനത്തിന്റെ അവരുടെ പൊളിറ്റിക്കൽ ലൈൻ എന്താണ്, ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സെക്യുലർ പാർട്ടികൾ ദുർബലമായതിന്റെ പ്രശ്നം എന്താണ്, അവരെ എങ്ങനെ യുണൈറ്റ് ചെയ്യാൻ സാധിക്കും, ഈ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെറുക്കാൻ എന്താണ് വഴി, ഈ വക കാര്യങ്ങളെ കുറിച്ച് അവരെന്തെങ്കിലും ചർച്ച ചെയ്ത് കാണുമല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അത്തരം വിഷയങ്ങളൊന്നും പുറത്തു കൊണ്ടുവരാതെ അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള ഒരു യുദ്ധമാക്കി അത് അവസാനിപ്പിച്ച്, അതുപോലെ തന്നെ മാധ്യമങ്ങൾ അത് കഴിഞ്ഞപ്പോൾ CPI സമ്മേളനം ഏറ്റെടുത്തിട്ട് അത് പന്നിയൻ രവീന്ദ്രനെ കുറിച്ചുള്ള വിമർശനങ്ങളും സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളും മാത്രമാക്കിയിട്ടാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറയുന്നത് അത് ഇറലവന്റ് ആണെന്നല്ല, അതിന് പ്രസക്തി ഉണ്ട്. അതേസമയം ഈ സമ്മേളനങ്ങളിൽ മറ്റു കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നുവോ എന്ന് ജനത്തിന് അറിഞ്ഞുകൂടാ. അതൊന്നും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നില്ല. ഇപ്പോ അഭിലാഷ് സംസാരിക്കുമ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതാണെന്ന് പറയുമ്പോൾ പുറത്ത് ആര് കൊണ്ടുവന്നത്, നിങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതാണെന്ന് പറയൂ. കാരണം മാധ്യമങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് എടുക്കാനൊന്നും സമയമില്ല. പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങൾ തലനാരിയുടെ കീറി നോക്കാൻ സമയമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടിനും, ഇനി വേറെ വല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സംഭവിച്ചിട്ടുള്ള അപജയവും ദൗർബല്യവും കാലഹരണപ്പെട്ടവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഫലമായിട്ട്, സാർവദേശീയമായും ദേശീയമായും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യങ്ങളുടെ ഫലമായിട്ട് ഒക്കെ ഉണ്ടാകുന്നതാണ്. പന്നിയേണ്ടതായിട്ടുള്ള വീക്ക്നെസ് ഉണ്ടാവും, നന്മകൾ ഉണ്ടാവും, അത് വേറെ ആളുകൾക്കും ഉണ്ടാവും. അപ്പൊ പക്ഷെ ആ ഒരു പന്നിയൻ എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെ കൊണ്ടാണ് ഈ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായതെന്നും അല്ലെങ്കിൽ അച്യുതാനന്ദനെ കൊണ്ടാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായതെന്നും കേന്ദ്രീകരിക്കുന്നതിന് അർത്ഥമില്ല. അതിന് പുറമെ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ സംഭാവനകൾ ചെയ്തിട്ടുണ്ടാവും. എന്നാലും അതിനെല്ലാം പുറമെ ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഫേസ് ചെയ്യുന്ന ഗംഭീരമായ ചാലഞ്ചസ് ഉണ്ട്. ദേ ഹാവ് ടു ആൻസർ ഇറ്റ്. എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? അവരുടെ ഫിലോസഫിക്ക് ഇനി വല്ല എക്സിസ്റ്റൻസ് ഉണ്ടോ? വിയറ്റ്നാമിൽ മാറി, ക്യൂബയിൽ മാറി, ചൈനയിൽ മുതലാളിത്തം വന്നു. ഉത്തര കൊറിയ മാത്രമാണ് വളരെ പ്രാകൃതമായ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലയിൽ. അതൊക്കെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ദയവായി തുടരുക. അതെ, താങ്കളുടെ വിമർശനം ഞാൻ അംഗീകരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഉന്നയിക്കപ്പെട്ട എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാ മാധ്യമങ്ങൾ കൊടുത്തോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. പക്ഷേ വാർത്താ മൂല്യം എന്നുള്ളത് ഏതിനാണ്? സ്വാഭാവികമായും അതിൻ്റെ ഉത്തരം കൂടി തേടേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അങ്ങനെ തീർപ്പാക്കേണ്ട ഒരു തീരുമാനത്തിലെത്തേണ്ട എന്തെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ ചർച്ച നടന്ന് അതിൽ മൂർത്തമായ ഒരു അഭിപ്രായത്തിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുകയാണ് ഈ സമ്മേളന പ്രക്രിയയിൽ എന്ന അഭിപ്രായം ആത്മാർത്ഥമായി താങ്കൾക്കുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് അത് ചർച്ചാ പ്രമേയമാകും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാധ്യമങ്ങൾ അത് ഉയർത്തിപ്പിടിക്കുന്നത്, അത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ശ്രീ ഖാദർ. ഞാൻ പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ, അത്തരം നിലവാരത്തിൽ ഒരു ഇൻ്റർനാഷണൽ നാഷണൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ദേശീയ രംഗത്തുള്ള കടമാ നിർവഹണത്തെ സംബന്ധിച്ച് CPM-ഉം CPI ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ നേതാക്കൾ അത് പറയുന്നുണ്ടാവും. അങ്ങനെ പറയുന്ന സമയത്ത് സത്യത്തിൽ അവർ പ്രമുഖമായി CPI കൈക്കൊള്ളുന്ന ഒരു ദുർബലമായ രീതിയാണ്, ദുർബലൻ്റെ സമരമാണ് അവർ നടത്തുന്നത്. CPM ഇപ്പം തന്നെ അവർ പറയുന്നില്ലേ, 5 വർഷം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടണം. ആ നിലവാരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 2-3 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട് അഭിലാഷ്. ഞാൻ ആദ്യം തന്നെ ജയശങ്കരോട് ഞാനൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ജയശങ്കറിനെ വിമർശിക്കുകയൊന്നും അല്ല എൻ്റെ പണി. ഞാൻ പറയുന്നത്, ജയശങ്കർ എപ്പോഴും ഒരു സ്വതന്ത്ര ജീവിയുടെ എന്താ ഇനി പറയുക, വനരോധനമാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴെങ്കിലും അദ്ദേഹം CPI-കാരനാണെന്നും സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കമ്മിറ്റഡായ CPI-കാരനാണെന്ന് പറയുമ്പം മാലോകർക്ക് ഇനി അതിന് അപ്പുറത്തേക്ക് പോയൊരു നിഷ്പക്ഷതയൊന്നും നൽകേണ്ടതില്ലല്ലോ. ഞാൻ എൻ്റെ
ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ച നിലപാടുള്ള ആളാണ്, ഒരു പാർട്ടിക്കാരനുമല്ല, ആകാൻ തീരുമാനവുമില്ല. അത് വ്യത്യസ്തമല്ല. അപ്പോൾ അത് പോട്ടെ. ഇനി നമുക്കിതിലേക്ക് വരാം. അങ്ങനെ വരുമ്പം ശ്രീ കെ.എൻ. ഖാദർ പറഞ്ഞതുമാതിരി ഈ ഇഷ്യൂവിലേക്ക് എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് CPI CPM തർക്കത്തിൻ്റെ പ്രധാന വിഷയം. ശ്രീ പന്ന്യൻ രവീന്ദ്രനെ കുറിച്ച് ഇപ്പോൾ ശ്രീ രാമേന്ദ്രൻ നായർ പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായി. പന്ന്യൻ രവീന്ദ്രൻ വളരെ സങ്കടകാലത്താണ് ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. പന്ന്യൻ രവീന്ദ്രൻ സെക്രട്ടറി ആകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം എം പി ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ശ്രീ രാമേന്ദ്രൻ നായർ അദ്ദേഹം കെ കരുണാകരനെ പോയി കാണുകയും അദ്ദേഹത്തിന് ഉപചാരം അറിയിക്കുകയും ചെയ്തപ്പോൾ ഷാള് പൊതിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ലഡു തിരികെ കയറ്റി അദ്ദേഹം ഉപകാരസ്മരണ രേഖപ്പെടുത്തുകയും ആ ലഡു തൊണ്ടയിൽ നിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്ത ആളാണ് ഈ പന്ന്യൻ രവീന്ദ്രൻ. എങ്ങനെ വിശ്വസിക്കും അങ്ങനെ ഒരാളെ സാധാരണ മലയാളി? ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായ സാഹചര്യങ്ങളെ എങ്ങനെ മുതലെടുക്കാം, വ്യത്യസ്ത എതിർ ക്യാമ്പിൽ നിൽക്കുന്നവരെ എങ്ങനെ പിളർത്താം, അവരിൽ നിന്ന് എങ്ങനെ ശക്തി സമാഹരിക്കാം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലാത്തവരാണ് ഈ CPI നേതാക്കളിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് കെ.എൻ. ഖാദർ അങ്ങേക്ക് പോലും തോന്നുന്നത് എന്താണ് ഈ നടക്കുന്നത് എന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാമല്ലോ. ഈ പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിൽ 5 മിനിറ്റ് സമ്മേളനം നിർത്തിവെച്ചു എന്ന് പറയുകയുണ്ടായി. എല്ലാവർക്കും വിവരങ്ങൾ കിട്ടാൻ ഇപ്പോൾ സാധ്യതയുണ്ടല്ലോ. ആ സാധ്യത വെച്ച് നോക്കുകയാണെങ്കിൽ K.E. ഇസ്മയിൽ ഒരു 10 ലക്ഷം രൂപയുടെ അഴിമതി, C. ദിവാകരൻ ഒരു ചുവന്ന സേനയെ ഉണ്ടാക്കാനുള്ള കൊല്ലം ജില്ലയുടെ തീരുമാനം രാമേന്ദ്രനാർക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാം. അതുമായി ബന്ധിപ്പിച്ചാണ് ഈ 5 നിമിഷം നിർത്തിവെക്കേണ്ടി വന്ന വാഗ്വാദം ഉണ്ടായത്. കാരണം ആര് കാശ് വെട്ടിച്ചു എന്നതായിരുന്നു ചർച്ച. അങ്ങനെ ഒരു ചർച്ച ആദ്യമായി അവിടെ വന്നപ്പം സമ്മേളനം അലങ്കോലമായി. അതുവരെ CPM-നെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അലങ്കോലവും വരില്ല. ഈ അർത്ഥത്തിൽ സ്വന്തം കാര്യം സംസാരിക്കാനുള്ള പ്രാപ്തിയില്ലാതെ അലങ്കോലത്തിലേക്ക് എത്തുന്നു. CPM-ന്റെ ഡിസ്കഷൻ ഒരിക്കലും VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയപ്പോൾ അലങ്കോലപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ജയശങ്കറിന്റെ അറിവിൽ ഞാനൊരു കാര്യം പറയാം. കണ്ണൂർ ജില്ലയിലെ സമ്മേളനം നടക്കുമ്പോൾ, ജില്ലാ സമ്മേളനം, പിണറായി വിജയനെ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ സംസാരിച്ചത്. അതും പത്രത്തിലുണ്ടായിരുന്നു. ഒരു പ്രതിനിധിയും ഒരു നേതാവും ചർച്ച നടക്കുന്ന സമയത്ത് ഈ എന്താ പറയാ വിവാദങ്ങൾക്ക് അതീതനല്ല എന്ന നല്ലൊരു താങ്കൾ അത് വിശദീകരിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. മടങ്ങി വരാം ശ്രീ ഭാസുരേന്ദ്ര ബാബു താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, അത്തരത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ഞാനൊരു ദുർബലനാണ് എന്ന് സമ്മതിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നു. എനിക്ക് സമശീർഷരോടാണ് ഇടപെടേണ്ടി വന്നത്. വെളിയം ഭാർഗവനെയോ ചന്ദ്രപ്പനെയോ പോലെയാകാൻ അല്ലെങ്കിൽ മറ്റ് മഹാരഥന്മാരെ പോലെയാകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനൊരു താണ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ താഴ്ന്ന സാഹചര്യത്തിൽ നിന്ന് വന്ന ആളാണ്. അത്തരത്തിലൊക്കെ വികാരം കൊള്ളേണ്ടുന്ന എനിക്ക് ചില കാര്യങ്ങളിൽ പാകപ്പിഴ സംഭവിച്ചു എന്ന് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ അശക്തനായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം CPI-യിൽ എന്താണ്? സത്യത്തിൽ അദ്ദേഹം അത്ര അപ്പോളജറ്റിക് ആവേണ്ട ഒരു ആവശ്യമില്ല. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ സെക്രട്ടറി ആകാൻ മോഹിച്ച് സെക്രട്ടറി ആയ ആളല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിവിടെ അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം അങ്ങനെയാണ് സെക്രട്ടറി ആയത്. C.K. ചന്ദ്രപ്പന്റെ അകാല നിര്യാണം. ആ സമയത്ത് പാർട്ടിക്ക് എക്സിക്യൂട്ടീവും ഇല്ല, സെക്രട്ടേറിയറ്റും ഇല്ല. സംസ്ഥാന കൗൺസിലും സംസ്ഥാന സെക്രട്ടറി മാത്രമേ ഉള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഒരു പേര് അവിടെ എക്സിക്യൂട്ടീവിൽ നിന്നോ സെക്രട്ടേറിയറ്റിൽ നിന്നോ വരാമായിരുന്നു. നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. കേന്ദ്ര നേതൃത്വം C. ദിവാകരന്റെ പേര് മുന്നോട്ട് വെച്ചു. സംസ്ഥാന കൗൺസിലിലെ ബഹുഭൂരിപക്ഷ അംഗങ്ങൾക്കും അത് സ്വീകാര്യമായില്ല. അവർ കാനം രാജേന്ദ്രനെ നിർദ്ദേശിച്ചു. അത് പലതവണ ചർച്ച ചെയ്തു, ഒരു തീരുമാനത്തിലും എത്തിയില്ല. വെള്ളപ്പുക വന്നില്ല, നമ്മൾ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ. ആ സാഹചര്യത്തിൽ ഒരു സമവായം എന്ന നിലയ്ക്ക് പന്ന്യൻ രവീന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ഒരു എതിരാളിയുമില്ല. എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് പന്ന്യൻ രവീന്ദ്രൻ. അതുകൊണ്ട് അദ്ദേഹത്തെ സെക്രട്ടറി ആക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അന്ന് മുതൽക്കേ അദ്ദേഹം ഒരു അൺവില്ലിംഗ് ഫൈറ്ററാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോ സത്യം പറയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചത്. അതാണ് സംഗതി. പിന്നെ പന്ന്യൻ രവീന്ദ്രൻ പലപ്പോഴും ഈ ചർച്ചകൾക്കൊക്കെ മറുപടി വരുമ്പോൾ വളരെ വികാരപരമായിട്ട് മറുപടി പറയാറുണ്ട്. എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കഴിഞ്ഞ മുമ്പത്തെ തവണ എറണാകുളത്ത് ഈ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ വളരെ ആലങ്കാരികമായിട്ട് നടത്തിയ ഒരു പരാമർശം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും അദ്ദേഹം അത് വ്യക്തിപരമായിട്ട് വെച്ചാൽ അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമില്ല, പാർട്ടിയെ സംബന്ധിച്ചൊരു അഭിപ്രായമായിരുന്നു. എന്റെ ഒരു രീതി അറിയാമല്ലോ. ആ രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരുപാട് പേര് പല വിമർശനങ്ങളും നടത്തി, പരിഹാസമൊക്കെ നടത്തി പാർട്ടിയെ കുറിച്ചും സംഘടനയെ കുറിച്ചും ഒക്കെ. പക്ഷേ ഒരു പരാമർശം എന്നെ വല്ലാതെ മുറിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ മുറിപ്പെടുത്തേണ്ട പരാമർശമൊന്നും ആയിരുന്നില്ല അത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു രീതി അതാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വികാരപരമായിട്ട് സമീപിക്കുന്ന വ്യക്തിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി എന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു നന്മ കൊണ്ട് സംഭവിക്കുന്ന ഒരു അവസ്ഥമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റൈറ്റ്, അതാണ് താങ്കൾ കാണുന്നത്. ശ്രീ NP ചേക്കുട്ടി, CPI അതിൻ്റെ അസ്തിത്വം തെളിയിക്കാനുള്ള പെടാപ്പാടിനിടയിൽ അതിന് CPIM-നെ വിമർശിക്കുക എന്നുള്ളതിനെ ഏക ആയുധമായി കാണുന്നുണ്ടോ? CPI-യുടെ സംഘടനാ റിപ്പോർട്ട് പരിശോധിച്ചാലും ഇന്നിപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ കാര്യത്തിലായാലും സോളാർ സമരത്തിൽ ഇടതുപക്ഷം
നടത്തിയ സമരത്തിൽ കോംപ്രമൈസ് വന്നത് CPIM താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. KM മാണിക്കെതിരെ സമരം ചെയ്യാൻ CPIM ഒരുക്കമല്ല. നമ്മളാണ് ഇതിനെ തിരുത്തൽ ശക്തിയായി നിന്നത്. KM മാണിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമത്തെ മുൻപ് തടഞ്ഞതുപോലെ ഇനിയും തടയും തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഒരുപക്ഷെ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ ആയിരിക്കാം CPIയെ സംബന്ധിച്ച് പറയേണ്ടി വരുന്നത്. അത് പക്ഷേ ഒരു മുന്നണി സംവിധാനത്തിൽ എത്രമാത്രം സഹായകരമായ നിലപാടാകും? നമ്മളൊരു CPMനെ വിമർശിക്കൽ മാത്രമാണ് CPIയുടെ തൊഴിൽ എന്ന മട്ടിൽ പല CPM നേതാക്കളും പറഞ്ഞു പരത്തുന്നുണ്ട്. അതിന്റെ വസ്തുത അങ്ങനെയല്ല. നേരെ മറിച്ച് കേരളത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ ആ മുന്നണി ഉണ്ടാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പാർട്ടി എന്ന നിലയിൽ ഈ മുന്നണിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താനും തിരുത്തലുകൾ വരുത്താനും മുന്നണിക്കകത്തും വേണ്ടി വന്നാൽ പുറത്തും പറയാനുള്ള ചുമതല CPIക്കുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2-3 കൊല്ലക്കാലത്തിൽ യഥാർത്ഥത്തിൽ CPIയെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിയ വിമർശനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ LDFനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടാണ്. CPM നേതാക്കൾ അത് അംഗീകരിക്കില്ലെങ്കിൽ പോലും കഴിഞ്ഞ കാലത്ത് പറ്റിയ തെറ്റുകളെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ CPIയുടെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് RSPയെ പോലെയും ജനതാദളിനെ പോലെയുള്ള ആളുകളൊക്കെ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുക, അങ്ങനെ ഒരു മുന്നണിയുടെ അടിത്തറ വളരെയേറെ ശോഷിക്കുക, അത്തരം വിഷയങ്ങൾ വന്നപ്പോഴും അതിലൊരു കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് യഥാർത്ഥത്തിൽ CPI ആണ്. CPMനകത്ത് VS അച്യുതാനന്ദൻ നടത്താൻ ശ്രമിച്ച ഇടപെടലുകളെ വളരെ ഏകപക്ഷീയമായിട്ട് ആ പാർട്ടി ലീഡർഷിപ്പ് തകർത്ത് തരിപ്പണമാക്കേണ്ടായിട്ടുള്ളത്. ഇപ്പൊ പോലും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ VSനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു പ്രശ്നം മുന്നണിക്കെതിരായിട്ട് മുന്നണിയുടെ അടിത്തറ തകർത്തതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ അതിൽ VSന് ശബ്ദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അപ്പൊ പാർട്ടിക്ക് പുറത്ത് CPMന്റെ പുറത്ത് ഈ മുന്നണിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്. അത് കേരളത്തിലെ ഇടത് മുന്നണിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്. അത് തീർത്തും ന്യായമായിട്ടുള്ള ഒരു ചുമതലയാണ്. അതിനെ ഒരു തരത്തിൽ എന്താ പറയുക CPM നേതാക്കള് വളരെ മോശമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പൊതുസമൂഹം പൊതുവെ അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക. അതാണ് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുഗുണമായിരിക്കുന്നത്. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒപ്പം ശ്രീ NP ചേക്കുട്ടി, ശ്രീ രാമചന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ KN ഖാദർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.